ഹായ് ഓൾ. കേരള യൂണിവേഴ്സിറ്റി FIUGP സെമസ്റ്റർ 3 DSE പേപ്പറായിട്ടുള്ള ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് മൊഡ്യൂൾ 2 മിഡിൽ ഇംഗ്ലീഷ് എന്ന മൊഡ്യൂളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സിലബസിൽ നോർമൻ കോൺക്വസ്റ്റ് മുതൽ യൂണിറ്റ് 8 വരെ മിഡിൽ ഇംഗ്ലീഷ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ് വരെ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ കോൺട്രിബ്യൂഷൻസ് ഓഫ് ജെഫ്രി ചോസർ, ഇമ്പാക്റ്റ് ഓഫ് ബൈബിൾ ട്രാൻസ്ലേഷൻസ്, റൈസ് ഓഫ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ്, ഈ മൂന്ന് യൂണിറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. മൊഡ്യൂൾ 3 യൂണിറ്റ് 9 ആണ് ദി കോൺട്രിബ്യൂഷൻസ് ഓഫ് ജെഫ്രി ചോസർ. ജെഫ്രി ചോസർ എന്ന് പറയുന്ന എഴുത്തുകാരൻ അക്കാഡമീഷ്യനൊക്കെയാണ്, സ്കോളർ. യൂണിറ്റ് 9 കോൺട്രിബ്യൂഷൻസ് ഓഫ് ജെഫ്രി ചോസർ. സോ ജെഫ്രി ചോസർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി എന്തുമാത്രം ഇംഗ്ലീഷിന്, മിഡിൽ ഇംഗ്ലീഷിനാവട്ടെ, നമ്മൾ ഇന്ന് ഈ കണ്ടുവരുന്ന ഇംഗ്ലീഷിന് എന്തെല്ലാം സംഭാവനകളാണ് തന്നിട്ടുള്ളത്, അതാണ് ഈ ഒരു യൂണിറ്റിൽ വരിക. ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നും പോയിട്രി എന്നും ഒക്കെ അദ്ദേഹത്തിന് അറിയപ്പെടുന്നുണ്ട്. ദി ടൈറ്റിൽ ഈസ് earned because he legitimized the English vernacular as a language capable of great literature, റൈവലിംഗ് ഫ്രഞ്ച് ആൻഡ് ലാറ്റിൻ. സോ അദ്ദേഹത്തിന് എന്തുകൊണ്ട് നമ്മുടെ ഈ ഒരു സാഹിത്യത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്രഞ്ചും ലാറ്റിനും മാത്രമായിട്ട് പൊയ്ക്കൊണ്ടിരുന്നു. ഇപ്പോൾ സാഹിത്യം എന്ന് പറയുന്നത് ഫ്രഞ്ച് ഭാഷയ്ക്കും ലാറ്റിൻ ഭാഷയ്ക്കും മാത്രമുള്ളതാണെന്ന് കരുതിയിരുന്ന ഒരു സമയത്ത് ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെ എഴുതി ഇംഗ്ലീഷിനും ഈ ഒരു ക്വാളിറ്റി, സാഹിത്യ ഭാഷ ആവാനുള്ളൊരു ക്വാളിറ്റി ഉണ്ട് എന്ന് പ്രൂവ് ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സ് ആണ് ദി കാൻറ്റർബറി ടെയിൽസ്, ഹിസ് മാസ്റ്റർ പീസ് അൺഫിനിഷ്ഡ്. സോ കാൻറ്റർബറി ടെയിൽസിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നമ്മുടെ ആംഗ്ലോ സാക്സൺസ് ടു ദ പ്യൂരിറ്റൻസ് പേപ്പറിനകത്ത് പറയുന്നുണ്ട്. സോ കാൻറ്റർബറി ടെയിൽസ് എവിടെ വെച്ചാൽ സംഭവിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ. അത് അൺഫിനിഷ്ഡ് ആയിട്ടുള്ളൊരു വർക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ട് അംബീഷ്യസ് ആയിട്ടുള്ളൊരു വർക്കായിരുന്നു. അദ്ദേഹത്തിന് ലൈഫ് ടൈമിനത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു ഫ്രെയിം നെറേറ്റീവിലാണ് എഴുതിയിട്ടുള്ളതെന്ന്. സോ ആ വീഡിയോ കേട്ടിട്ടുള്ളവർക്ക് കൃത്യമായിട്ടത് മനസ്സിലാവും. ഇല്ലാത്തവരൊന്ന് കേൾക്കാൻ ശ്രമിച്ച് നോക്കുക. ഏത് യൂണിറ്റാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മ വരുന്നില്ല. തമ്പനെയിൽ കൃത്യമായിട്ട് യൂണിറ്റിൻ്റെ പേരുണ്ടായിരിക്കും. അത് നോക്കി ഒന്ന് കണ്ടുപിടിക്കുക എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ കാൻറ്റർബറി ടെയിൽസിൻ്റെ കഥ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഇനി അദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സ് ആണ് ട്രോയിലസ് ആൻഡ് ക്രിസൈഡ്, ദി പാർലമെൻറ്റ് ഓഫ് ഫൗൾസ്. സോ ഇതിൽ ഏതൊക്കെ മറന്നുപോയാലും ദി കാൻറ്റർബറി ടെയിൽസ് മറക്കാനേ പാടില്ല. ദെൻ ഡീറ്റെയിൽഡ് കോൺട്രിബ്യൂഷൻസ്. വർക്കുകളിന് പുറമെ elevations of the vernacular, he chose to write in the East Midland London dialect, demonstrating its artistic potential and setting a precedent for future writers. അദ്ദേഹം എഴുതിയിരുന്ന ഡയലക്റ്റ് ഏതാണ്? ഒരു 1 വേർഡ് ചോദ്യമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ചോസർ ഉപയോഗിച്ചിരുന്ന ഡയലക്റ്റ്, നമ്മൾ 5 ഡയലക്റ്റ് പഠിച്ച മിഡിൽ ഇംഗ്ലീഷിൽ, അതിലെ ഈസ്റ്റ് മിഡ്ലൻഡ്, ലണ്ടനിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്നത് ഈസ്റ്റ് മിഡ്ലൻഡ് ഡയലക്റ്റിലാണ് അദ്ദേഹം എഴുതിയത്. എല്ലാ ഭാഷയും പോലെ തന്നെ ഈസ്റ്റ് മിഡ്ലൻഡിന് ഒരു ആർട്ടിസ്റ്റിക്, ഒരു കാവ്യാത്മകമായ രീതിയിൽ എഴുതപ്പെടാനുള്ളൊരു കഴിവുണ്ടെന്ന് തെളിയിച്ചു. അതായിരുന്നു പിൽക്കാലത്ത് വന്ന പല എഴുത്തുകാർക്കും ഈസ്റ്റ് മിഡ്ലൻഡ് ഡയലക്റ്റിലും ഇംഗ്ലീഷിലൊക്കെ എഴുതാൻ പ്രചോദനമായി തീർന്നത്. ലിറ്റററി ഇന്നവേഷൻ ആൻഡ് റേഞ്ച്. ദി കാൻറ്റർബറി ടെയിൽസ് ഇസ് എ ഫ്രെയിംഡ് നരേറ്റീവ് ഓഫ് ഇമ്മൻസ് വെറൈറ്റി എൻകംപാസിംഗ് ജോണേഴ്സ് ഫ്രം കൺട്രി റൊമാൻസ് ടു ബോഡി ഫാബ്ലിയോ, ഫ്രം സെയിൻസ് ലൈഫ് ടു സർമൺ. ദിസ് ഷോക്കേസ് ദ വെർസാലിറ്റി ഓഫ് ഇംഗ്ലീഷ്. നേരത്തെ പറഞ്ഞ കാൻറ്റർബറി ടെയിൽസ് എന്ന് പറയുന്ന വർക്ക് കഥയ്ക്കുള്ളിലെ ഒരു കഥയായിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതിനകത്ത് കോട്ട്ലി റൊമാൻസ്, ഏറ്റവും ഉന്നത കുലജാതരായിട്ടുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ കൊട്ടാരത്തിനകത്ത് നടക്കുന്ന കാര്യം മുതൽ ഫാലിബു ആയിട്ട് നോർമൽ മനുഷ്യർ, അതായത് വളരെ ലോ ക്ലാസ് പീപ്പിളിൽ പ്രാങ്ക് സ്റ്റോറീസ് ആയിട്ടും പൊട്ടത്തര കഥകളൊക്കെ ആയിട്ട് വരുന്ന അങ്ങനത്തെ, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു റേഞ്ച്. ഏറ്റവും ഐതിഹാസികമായിട്ടുള്ള കാര്യം അദ്ദേഹത്തിന് എഴുതാൻ പറ്റും. ഒരു ലോക്കൽ മനുഷ്യന്, സാധാരണ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ളൊരു മനുഷ്യന് പോലും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ എഴുതാൻ പറ്റുമായിരുന്നു. രാജാക്കന്മാർക്ക് ആസ്വദിക്കുന്ന രീതിയിലും എഴുതുമായിരുന്നു. ഒരു സെയിൻറ്റിൻ്റെ, പുരോഹിതൻ്റെ ജീവിത കഥ എഴുതാൻ പറ്റുമായിരുന്നു. സെർമൻസ്, പ്രാർത്ഥനകൾ എഴുതാനും അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുമായിരുന്നു. ദിസ് ഷോക്കേസ് ദ വെർസാലിറ്റി ഓഫ് ഇംഗ്ലീഷ്. സോ അദ്ദേഹത്തിൻ്റെ ഈ എഴുത്തിലൂടെ അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷയെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു റേഞ്ച് അദ്ദേഹം കാണിച്ചു തന്നു. ദെൻ ക്യാരക്ടറൈസേഷൻ. ഹി വാസ് എ മാസ്റ്റർ ഓഫ് ക്രിയേറ്റിംഗ് വിവിഡ്, ഇൻഡിവിജ്വൽ ആൻഡ് സൈക്കോളജിക്കലി പ്ലോസിബിൾ ക്യാരക്ടേഴ്സ് from all walks of life. The knight, the wife of Bath, the pardoner, he holds a mirror
ടു 14th century ഇംഗ്ലീഷ് സൊസൈറ്റി. എഗെയിൻ ഈ നൈറ്റ്, ദി വൈഫ് ഓഫ് ബാത്ത്, പാർട്ണറെല്ലാം കാൻറ്റർബറി ടെയിൽസിനകത്ത് വരുന്ന ക്യാരക്ടേഴ്സാണ്. സോ ഇതിൻ്റെ ഫ്രെയിം നരേറ്റീവിനകത്ത് കഥ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വ്യക്തികൾ ഒരു തീർത്ഥാടനത്തിന് ഒരു ഇന്നിൽ, ടബാഡ് എന്ന് പറയുന്ന സത്രത്തിൽ ഒത്തുകൂടുന്നുണ്ട്. അവരെല്ലാവരും സെൻറ്റ് തോമസ് ബെക്കറ്റിനെ പ്രാർത്ഥിക്കാനായിട്ട് പോകുവാണ് കാൻറ്റർബറി എന്ന് പറയുന്ന സ്ഥലത്തോട്ട്. പോകുന്ന വഴിയിൽ യാത്ര കുറച്ചും കൂടി ഒരു എൻ്റർടൈനിങ് ആവാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും അങ്ങോട്ട് പോകുമ്പോൾ 2 കഥ, ഇങ്ങോട്ട് വരുമ്പോൾ 2 കഥ, ഇങ്ങനെ പറയണം. സ്വന്തം ലൈഫിൽ നടന്നിട്ടുള്ള കഥകളാവാം ഷെയർ ചെയ്യണം. ഏറ്റവും നല്ല കഥ പറയുന്ന ആളിനൊരു സപ്പർ കിട്ടും. ഇതായിരുന്നു ഇവരുടെ ഒരു പ്ലാൻ. സോ ഇതിൽ ഓരോരുത്തരുടെയും ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നതിന് നൈറ്റ്ഹുഡ് എന്ന് പറയുന്ന രാജാവിൻ്റെ തൊട്ട് താഴെ വരുന്ന ഏറ്റവും മെയിൻ സേനാധിപനാണ് നൈറ്റ്. അദ്ദേഹം കഥ പറയുന്നുണ്ട്. വൈഫ് ഓഫ് ബാത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു സാധാരണ ഒരു സ്ത്രീ, അവരുടെ കഥ പറയുന്നുണ്ട്. പിന്നെ പ്രീസ്റ്റ്, നണ്ണ്, ഫാമർ, പാഴ്സൺ, റീവ്, മില്ലർ, ഈ കുക്ക്, ഇങ്ങനെ എല്ലാ സൊസൈറ്റിയിലെ എല്ലാ സ്ട്രാറ്റാസിൽ നിന്നുള്ള ആൾക്കാരെയും എടുത്തുകൊണ്ട് വന്നിട്ട് 14ാം നൂറ്റാണ്ടിലെ ഇംഗ്ലീഷ് സൊസൈറ്റിയുടെ ഒരു കണ്ണാടിയായിട്ടാണ് നമുക്ക് ആ ഒരു വർക്കിനെ തന്നെ കാണാൻ പറ്റുന്നത്. Linguistic legacy. His work served as a massive and influential record of the London dialect, which would later form the basis of standard English. He also introduced and popularized many words and phrases. അദ്ദേഹം ഒരുപാട് ഫ്രേസസ് കൊണ്ടുവന്നു, ഒരുപാട് വേർഡ്സ് പുതുതായിട്ട് സംഭാവന ചെയ്തിട്ടുണ്ട്. പിന്നെ ലണ്ടൻ ഡയലക്റ്റിലോട്ട് ഒരുപാട് പുതിയ പുതിയ സംഭാവനകളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. വേർഡ്സ് ഞാനിവിടെ കൊടുത്തിട്ടില്ല, പക്ഷേ കുറേ ഇപ്പോൾ ഇംപേഷ്യൻറ്റ്, മിറർ, ഗാലക്സി, ബോക്സ്, ഈ വേർഡ്സ് എല്ലാം അദ്ദേഹമാണ് കൊണ്ടുവരുന്നത്. പിന്നെ ഫ്രേസസ് പറയുമ്പോഴത്തേക്കും ഓൾ ദി വേൾഡ്, ആസ് ഗ്രീൻ ആസ് ഗ്രാസ്, ഇൻ എ ബ്രൗൺ സ്റ്റഡി, നൈറ്റിംഗേൾ സോങ്, ഇതെല്ലാം അദ്ദേഹം കൊണ്ടുവന്ന ഫ്രേസസ് ആണ്. ഞാനത് കമൻസിൽ ടൈപ്പ് ചെയ്തിടാം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയുവാണെങ്കിൽ ഞാൻ ടൈപ്പ് ചെയ്തിട്ട് തരാം. ദെൻ യൂണിറ്റ് 10, ഇമ്പാക്റ്റ് ഓഫ് ബൈബിൾ ട്രാൻസ്ലേഷൻസ്. ദി സെൻട്രൽ കോൺഫ്ലിക്റ്റ്. സോ ബൈബിൾ എന്ന് പറയുന്നത് ഓൾറെഡി ഒരു 12ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ അതിന് മുന്നേ മുതൽ തന്നെ ബൈബിൾ എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ട്. ഇനി എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇംഗ്ലീഷിലേക്ക് ബൈബിൾ വരുമ്പോൾ ഉള്ള പ്രത്യേകതകൾ നോക്കാം. ട്രാൻസ്ലേറ്റിംഗ് ദ ബൈബിൾ ഇൻ ടു ഇംഗ്ലീഷ് ചാലഞ്ച് ദി അതോറിറ്റി ഓഫ് ദി കാത്തലിക് ചർച്ച്, which held that the Latin Vulgate was the only legitimate version and that interpretation should be mediated by the clergy. സോ ഇംഗ്ലീഷ് എന്ന് പറയുന്നൊരു ഭാഷ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു കൂട്ടം ജനത, ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന ജനത ക്രിസ്ത്യാനിറ്റിയിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ പള്ളിയുടെ അഥവാ ക്ലർജിയുടെ, കാത്തലിക്കാരുടെ ഒരു ബിലീഫിൽ ലാറ്റിൻ ഭാഷയിലുള്ള ബൈബിൾ മാത്രമാണ് ലെജിറ്റിമേറ്റ് വേർഷൻ, അല്ലെങ്കിൽ ഏറ്റവും അന്തസത്തയുള്ള സത്യമായിട്ടുള്ള വേർഷൻ അതാണെന്നായിരുന്നു ഒരു തോട്ട്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിലോട്ട് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുവാണെങ്കിൽ ക്ലർജി തന്നെ മുന്നിട്ട് നിന്ന് പള്ളിയുമായിട്ട് ബന്ധമുള്ള ആൾക്കാരും തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്നൊക്കെയുള്ളൊരു തർക്കങ്ങളും വിവാദങ്ങളും നിലനിൽക്കുമായിരുന്നു. അപ്പോഴാണ് ജോൺ വൈക്ലിഫ് വരുന്നത്. ദി മോർണിംഗ് സ്റ്റാർ ഓഫ് റിനേസൻസ് എന്നൊക്കെ അറിയപ്പെടുന്ന ജോൺ വൈക്ലിഫിനെ പറ്റിയിട്ടും നമ്മൾ ആംഗ്ലോ സാക്സൺ പേപ്പറിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദി ഫസ്റ്റ് കംപ്ലീറ്റ് ട്രാൻസ്ലേഷൻ ഓഫ് ദി വൾഗേറ്റ് ഇൻ ടു ഇംഗ്ലീഷ്. അദ്ദേഹമാണ് ലാറ്റിൻ ബൈബിളിനെ, വൾഗേറ്റ് ബൈബിളിനെ ആദ്യമായിട്ട് സ്വന്തമായിട്ട് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, ഇറ്റ് വാസ് എ റാഡിക്കൽ ആക്ട് ദാറ്റ് എംപവേർഡ് ദി ലേറ്റി ആൻഡ് വാസ് എ കീ ടെനന്റ് ഓഫ് ദി ലൊല്ലാഡ് മൂവ്മെൻറ്റ്. സോ ലൊല്ലാഡ് മൂവ്മെൻറ്റ്സിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ആ ഒരു യൂണിറ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞതാണ്. ഇറ്റ്സ് എക്സിസ്റ്റൻസ് ഈവൻ ഇൻ മാനുസ്ക്രിപ്റ്റ് ഫോം അസേർട്ടഡ് ദി റൈറ്റ് ഓഫ് കോമൺ പീപ്പിൾ ടു ആക്സസ് സ്ക്രിപ്ചർ ഇൻ ദെയർ ഓൺ ടങ്. അദ്ദേഹം പറഞ്ഞ കാര്യം, പള്ളിയിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ പുരോഹിതർ ഒരുപാട് കറപ്റ്റഡ് ആവാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇവർ കാശ് മേടിച്ചിട്ട് പാപം ചെയ്യുന്നവരെ കുറ്റവിമുക്തരാക്കുക, അഥവാ ഭയങ്കര ലക്ഷറിയിലുള്ള ലൈഫ് ലീഡ് ചെയ്യുക, ഇതെല്ലാം ജോൺ വൈക്ലിഫിന് വളരെ മോശപ്പെട്ടൊരു കാര്യമായിട്ട് ഫീൽ ചെയ്തു. എന്തിനാണ് ദൈവത്തിന് പ്രാർത്ഥിക്കാനും ദൈവത്തിന് സേവിക്കാനും ഉള്ളവർ എന്തിനാണ് ഇങ്ങനെ കാശുകാരാവുന്നത്? സോ ഇതൊക്കെ തെറ്റാണെന്ന് പ്രൂവ് ചെയ്തിട്ട് ആ ഒരു മൂവ്മെൻറ്റും അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സാണ് പിന്നീട് ലൊല്ലാഡ് മൂവ്മെൻറ്റ് ഉണ്ടാക്കുന്നത്. സോ അദ്ദേഹമാണ് ആദ്യമായിട്ട് വൾഗേറ്റിന് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എല്ലാ മനുഷ്യർക്കും മനസ്സിലാവുന്ന ഭാഷയിലാണ് ദൈവത്തിൻ്റെ പുസ്തകം ഉണ്ടായിരിക്കേണ്ടതെന്ന് ഒരു ഐഡിയ കൊണ്ടുവരുന്നത്. സോ അതാണ് ആദ്യത്തെ ഒരു അപ്രോച്ച്. ഇനി അടുത്ത അപ്രോച്ചാണ് ടിൻഡേൽ, വില്യം ടിൻഡേൽ. ടിൻഡേൽസ് ന്യൂ ടെസ്റ്റമെൻറ്റ് ഓഫ് 1526. The first English New Testament translated directly from Greek and the first to be mass produced using the printing press. ഈ ഒരു ടിൻഡേലിൻ്റെ ബൈബിൾ ട്രാൻസ്ലേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഗ്രീക്കിൽ നിന്നും അദ്ദേഹം ഡയറക്റ്റായിട്ട് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. മാത്രമല്ല
പ്രിൻറ്റിംഗ് പ്രസ്സിൽ കൊണ്ടുപോയി പ്രിൻ്റ് ചെയ്ത് അടുപ്പിച്ചു. വില്യം കാക്സ്റ്റൺ പ്രിൻറ്റിംഗ് പ്രസ് ഇംഗ്ലണ്ടിലോട്ട് കൊണ്ടുവന്നു. അതൊക്കെ ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്രിൻറ്റിംഗ് പ്രസ്സിൽ മാസ്സായിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഒരുപാട് എമൗണ്ടിൽ പ്രൊഡ്യൂസ് ചെയ്ത് ആൾക്കാരിലേക്ക് അത് എത്തിക്കാനും പറ്റി. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ബൈബിളിനെ ജനകീയമാക്കാൻ പറ്റി. ഹിസ് ട്രാൻസ്ലേഷൻ വാസ് സോ മാസ്റ്റർഫുൾ ദാറ്റ് ഇറ്റ് ബിക്കെയിം the foundation for subsequent English Bibles, including the King James Version 1611, which retained an estimated 80 to 90% of the Tyndale's wording. പിൽക്കാലത്ത് നമ്മുടെ ടിൻഡെയിലിൻ്റെ ബൈബിളിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, പിൽക്കാലത്ത് കിങ് ജെയിംസ് ഒരു രാജാവിൻ്റെ വേർഷൻ ഓഫ് ബൈബിൾ നിർമ്മിക്കാൻ ശ്രമിച്ചപ്പോൾ പോലും അതിനൊരു 80 മുതൽ 90% വരെയും ടിൻഡെയിൽ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതേ വേർഡ്സാണ് യൂസ് ചെയ്തത്. സോ അത്രമാത്രം ആക്യുറേറ്റ് ആയിരുന്നു ടിൻഡെയിലിൻ്റെ translation. Then linguistic influence. He coined or popularized countless essential English phrases. നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരുപാട് ഇംഗ്ലീഷ് ഫ്രേസസ് നിർമ്മിച്ചെടുത്തത് അദ്ദേഹമാണ്. ഉദാഹരണത്തിന് ദ പവേഴ്സ് ദാറ്റ് ബി, ദി സോൾട്ട് ഓഫ് ദി എർത്ത്, എ ലോ അൺ ടു ദംസെൽവ്സ്, മൈ ബ്രദേഴ്സ് കീപ്പർ, ഫൈറ്റ് ദി ഗുഡ് ഫൈറ്റ്. ഇതെല്ലാം അദ്ദേഹമാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചത് ഈ വേർഡ്സ്. Overall legacy, Bible translations were a powerful force for standardizing written English, promoting literacy, and embedding a biblical idiom deep with the consciousness of the English-speaking world. So, Bible translation പിന്നീട് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഭാഷയുടെ ഒരു സ്റ്റാൻഡേർഡ് ഫോം കണ്ടെത്താൻ ഈ ഒരു ബൈബിൾ ട്രാൻസ്ലേഷൻ ഒരുപാട് സഹായിക്കുകയുണ്ടായി. ആൾക്കാരിലേക്ക് ലിറ്ററസി അഥവാ സാക്ഷരത എത്തിക്കാൻ പറ്റി. പിന്നെ ബൈബിളിനെ പറ്റിയിട്ടും ഫെയ്ത്തിനെ പറ്റിയിട്ടും ആൾക്കാരിലേക്ക് കൂടുതൽ എത്തിച്ച് ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ളൊരു ജനതേനെ, ഇംഗ്ലീഷ് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റീനെ പുതുതായിട്ട് വാർത്തെടുക്കാനും ഈ ഒരു ബൈബിൾ ട്രാൻസ്ലേഷൻ കൊണ്ട് സാധിച്ചു. റൈസ് ഓഫ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ്. ഡെഫിനിഷൻ: ദി പ്രോസസ് ബൈ വിച്ച് വൺ ഡയലക്ട് gained prestige and was established as the uniform accepted form for national print and communication. ഇതിനാണ് നമ്മൾ സ്റ്റാൻഡേർഡൈസേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതായത് 3-4 ഡയലക്റ്റ് ഉപയോഗിച്ചിരുന്നിടത്ത് ഒരു ഡയലക്റ്റ് പിന്നീട് സ്റ്റാൻഡേർഡ് ഫോമായി മാറുന്നു. സോ ഇംഗ്ലീഷിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമായിട്ട് മാറിയ ഡയലക്റ്റാണ് ദി ഈസ്റ്റ് മിഡ്ലൻഡ് ഡയലക്റ്റ് അഥവാ ലണ്ടൻ ഡയലക്റ്റ്. നമ്മൾ ഓൾറെഡി പറയും. അതിന് സാധ്യമായ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് എന്തുകൊണ്ട് ഈസ്റ്റ് മിഡ്ലൻഡ് ഡയലക്റ്റ് ഇംഗ്ലണ്ടിൻ്റെ മെയിൻ ഡയലക്റ്റായിട്ട് മാറി. ഇംഗ്ലീഷിൻ്റെ മെയിൻ ഡയലക്റ്റ് എന്തുകൊണ്ട് മാറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ പോയിന്റ് ബിക്കോസ് ഓഫ് ദി പ്രിൻറ്റിംഗ് പ്രസ്. വില്യം കാക്സ്റ്റൺ 1476 കൊണ്ടുവന്ന പ്രിൻറ്റിംഗ് പ്രസ്. ദിസ് വാസ് ദി സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. പ്രിൻറ്റേഴ്സ് നീഡഡ് എ സ്റ്റേബിൾ കൺസിസ്റ്റൻറ്റ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ടു മേക്ക് ദെയർ ബുക്സ് മാർക്കറ്റബിൾ അക്രോസ് ഡിഫറെൻറ്റ് ഡയലക്ട് റീജിയൻസ്. കാക്സ്റ്റൺ കോൺഷ്യസ്ലി ചോസ് ദി ലണ്ടൻ ഡയലക്ട് ഫോർ ദിസ് പർപ്പസ്, ഫ്രീസിംഗ് ഇറ്റ്സ് ഫോം ഇൻ പ്രിൻറ്റ്. സോ പ്രിൻ്റർ നിർമ്മിച്ച ആളുടെ അല്ലെങ്കിൽ പ്രിൻ്റർ കൊണ്ടുവന്ന് പ്രിൻ്റർ ഉപജീവനമാക്കുന്ന ഒരാളുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഏത് ഡയലക്റ്റ് ചൂസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ കാക്സ്റ്റൺ ചൂസ് ചെയ്ത ഡയലക്റ്റ് നമ്മുടെ ലണ്ടൻ്റെ ഏറ്റവും കൂടുതൽ ആൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡയലക്റ്റ് ആയിട്ടുള്ള ഈസ്റ്റ് മിഡ്ലൻഡ് ഡയലക്റ്റ് ആയിരുന്നു. അപ്പോൾ പ്രിൻ്റ് ചെയ്ത ബുക്കിനകത്തുള്ള ഗ്രാമറും അതിലുള്ള വൊക്കാബുലറി വാക്കുകളുടെ യൂസേജും ഒക്കെയാണല്ലോ പിന്നീട് ആൾക്കാർ സ്റ്റാൻഡേർഡ് ഫോമിലോട്ടാക്കുക. അതാണ് ഒന്നാമത്തെ പോയിന്റ്. സോ പ്രിൻറ്റിംഗ് പ്രസ്സിൽ ഉപയോഗിച്ച് പ്രിൻ്റ് ചെയ്ത ബുക്കുകളുടെ എല്ലാം ഡയലക്റ്റ് ഈസ്റ്റ് മിഡ്ലൻഡ് ഡയലക്റ്റ് ആയിരുന്നു. അപ്പോൾ അതാണ് വില്യം കാക്സ്റ്റൺ ഈ ഒരു ഈസ്റ്റ് മിഡ്ലൻഡ് ഡയലക്റ്റിന് സ്റ്റാൻഡേർഡൈസേഷൻ ആവാനുള്ള ഏറ്റവും വലിയ കാര്യം അതായിരുന്നു വില്യം കാക്സ്റ്റൻ്റെ ഉപയോഗം. ദെൻ ദി ചാൻസറി സ്റ്റാൻഡേർഡ്. ഇൻ ദി ഏർലി 15th century ദി ഗവൺമെൻറ് ബ്യൂറോക്രസി ഇൻ ലണ്ടൻ, ദി കോർട്ട് ഓഫ് ചാൻസറി. അപ്പോൾ ലണ്ടനിലെ കോടതികളെയും ഗവൺമെൻറ്റിനെയൊക്കെ ചാൻസറി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവരുടെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഈസ്റ്റ് മിഡ്ലൻഡ് ഡയലക്റ്റിലാണ് ഉപയോഗിച്ചിരുന്നത്. അതോടുകൂടി ഇതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിട്ടൺ സ്റ്റാൻഡേർഡായിട്ട് മാറി. ഇനി പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക്കൽ സെൻട്രലൈസേഷൻ. ലണ്ടൻ വാസ് ദി അൺഡിസ്പ്യൂട്ടഡ് സെൻറ്റർ ഓഫ് പവർ, ട്രേഡ് ആൻഡ് കോമേഴ്സ്. ലണ്ടൻ പിൽക്കാലത്ത് ഭയങ്കരപ്പെട്ടൊരു പവറിൻ്റെയും ട്രേഡിൻ്റെയും കൊമേഴ്സിൻ്റെയും വാണിജ്യ ഒരു സെൻറ്ററായി മാറി. അതുകൊണ്ട് തന്നെ അവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്ന ഭാഷ അല്ലെങ്കിൽ ഡയലക്റ്റ് പിൽക്കാലത്ത് സ്റ്റാൻഡേർഡ് ഫോം കിട്ടാൻ തുടങ്ങി. Then the influence of major writers. The works of Chaucer, Gower and later Malory, though initially
in manuscript had already begun to establish the literary prestige of the London dialect. ഈ പറയുന്ന എഴുത്തുകാർ ചോസറിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ചോസർ, അദ്ദേഹത്തിൻ്റെ കണ്ടംപററി ആയിട്ടുള്ള ഗവർ, പിന്നീട് പിൽക്കാലത്ത് വന്ന തോമസ് ഡി മലോറി എന്ന് പറയുന്ന വ്യക്തി, ഇവരെല്ലാവരും ഈ ഒരു ഡയലക്റ്റിൽ എഴുതാൻ തുടങ്ങി. ഇനി ഇതിനകത്ത് വിട്ടുപോയൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും രണ്ട് യൂണിവേഴ്സിറ്റീസും പഠിപ്പിക്കുന്നതും സ്കോളേഴ്സ് പഠിക്കുന്നതാവട്ടെ, അക്കാഡമിഷ്യൻസ് പഠിപ്പിക്കുന്നതാവട്ടെ, ഇതെല്ലാം ഈസ്റ്റ് മിഡ്ലൻഡ് ഡയലക്റ്റിലായിരുന്നു. സോ രണ്ട് യൂണിവേഴ്സിറ്റീസും, ഞാൻ പോയിന്റ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, ഈ രണ്ട് യൂണിവേഴ്സിറ്റീസും യൂസ് ചെയ്തിരുന്ന ഈസ്റ്റ് മിഡ്ലൻഡ് ഡയലക്റ്റ് ആയിരുന്നു. ദെൻ ബൈ ദി ലേറ്റ് 16th and early 17th century, the time of Shakespeare and the King James Bible, a recognizable standard English was in place, providing the foundation for the modern English we know today. അപ്പോൾ പിന്നീട് പിൽക്കാലത്ത് ഷേക്സ്പിയറിൻ്റെ വരവോടുകൂടിയും കിങ് ജെയിംസ് ബൈബിൾ, അത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും, ഈ ഒരു ബൈബിളും കൂടി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈസ്റ്റ് മിഡ്ലൻഡ് ഡയലക്റ്റായി ഏറ്റവും സ്റ്റാൻഡേർഡൈസ്ഡ് ഫോം. സോ ഇതോടുകൂടി നമ്മുടെ മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് അഥവാ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ ഇവിടെ അവസാനിക്കുവാണ്. ഇനി ബാക്കി നമ്മൾ അടുത്ത മൊഡ്യൂൾ, തേർഡ് മൊഡ്യൂൾ നോക്കാം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുവാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ ലിസണിങ്.